ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഈവനിങ് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പം ബ്രൗൺ ബ്രെഡ് കൊണ്ടുള്ള ഒരു ടോസ്റ്റും ഒരു അടിപൊളി ഒരു സുലൈമാനി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കട്ടൻ ചായ. പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല മണവും ടേസ്റ്റും ഒക്കെയുള്ള ഒരു വെറൈറ്റി സുലൈമാനി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനൊരു 3 ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ, പശുവിൻ്റെ പാലല്ല എടുത്തിരിക്കുന്നത്, തേങ്ങാപ്പാൽ. പിന്നെ കുറച്ച് ബ്രൗൺ ഷുഗർ, 1 മുട്ട, പിന്നെ കുറച്ച് സിനമൺ പൗഡർ. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പം ഒഴിക്കാൻ വേണ്ടി ഒരു ലേശം ആ തവയിൽ ഒഴിക്കാൻ വേണ്ടി കുറച്ച് നെയ്യ്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് കൂടുതലുള്ളവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കേണ്ട, മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചാൽ മതി. നമുക്ക് ബ്രൗൺ ബ്രെഡ് കൊണ്ടുള്ള ടോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുണ്ടാകും പഞ്ചസാര. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് സിനമൺ പൗഡർ ഉപയോഗിക്കാം. സിനമൺ പൗഡർ മാത്രമല്ല, നമുക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് തവ ചൂടാക്കാം. തവ ചൂടാകുമ്പോൾ നമുക്കൊരു കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ബ്രൗൺ ബ്രെഡ് എടുത്ത് ഇതിനകത്തോട്ട് മുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു ടോസ്റ്റാണ് ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ്. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ്. ബാക്കി കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ബ്രൗൺ ബ്രെഡ് കൊണ്ടുള്ളത് റെഡിയായി. ഇനി അടുത്തത് നമുക്ക് അടിപൊളി ഒരു സുലൈമാനിയും കൂടെ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് ഒരു 1-2 കഷ്ണം ഏലക്ക പൊടിച്ചതും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളവും ഏലക്കയും ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അവരവരുടെ കടുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും അവരവരുടെ മധുരത്തിനനുസരിച്ച്. ഇതിലേക്ക് നമുക്ക് ഒരു സംഭവം കൂടി ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ പുതിനയില. പുതിനയില ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സുലൈമാനി റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ടുള്ള ബ്രൗൺ ബ്രെഡ് ടോസ്റ്റും സുലൈമാനിയും റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് രണ്ടിനും. നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പം ഈ സുലൈമാനി, നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ വർക്ക് ചെയ്തിട്ട് വരുമ്പോഴും നമ്മൾ മൂഡൗട്ടായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു സുലൈമാനി കുടിച്ചാൽ മതി. നല്ല ഉന്മേഷമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.